ഇംഗ്ലണ്ടിൽ താമസിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ ഉണ്ടെങ്കിൽ അത് ഈ സ്പ്രിംഗ് സീസൺ തന്നെയായിരിക്കും അല്ലേ. കാരണം എന്താണ്, വിൻ്ററിൻ്റെ തണുപ്പൊക്കെ ഒന്ന് കുറയുമ്പോൾ പ്രകൃതി വീണ്ടും ജീവൻ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് യു കെയിൽ മാർച്ച് മുതൽ മെയ് വരെയൊക്കെയുള്ളൊരു കാലമാണ് ഈ സ്പ്രിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല അതിമനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പൂക്കൾ, ഇത് തന്നെയാണ് സ്പ്രിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സ് മൊത്തം നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. അപ്പോൾ വിറ്റാമിൻ ഡി ഒന്നും കിട്ടാതെ കുറച്ച് ടെൻഷനോടൊക്കെ ഇരിക്കുന്ന യു കെയിലെ മലയാളികൾക്കൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു സീസണാണ് ഈ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിൽ കിട്ടും, അപ്പോൾ വിറ്റാമിൻ ഡിയുടെ പ്രശ്നമൊക്കെ ഒന്ന് തീരും. അതേമാതിരി പൂക്കളും അതേപോലെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സീസണാണ്. മറ്റത് നമുക്ക് ഫുൾ തണുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങാൻ ഫാമിലിയുടെ കൂടെ ഒക്കെ പുറത്തിറങ്ങിയിട്ട് പോകാനൊക്കെ ചെറുതായിട്ടൊന്ന് മടിക്കും അല്ലേ. കാരണം എന്താണ്, നമ്മൾ ജാക്കറ്റ്, ഷൂ, ഗ്ലൗ ഇതെല്ലാം ഇട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്പ്രിങ്ങിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനും കുറച്ചുകൂടി കാഴ്ചകൾ കാണാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് സന്ദർശകരായിട്ട് ഈ ഒരു സമയത്ത് യു കെയിൽ ലണ്ടനിലൊക്കെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് വരുന്നത് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. ഈ വിൻ്റർ സമയം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഡെഡ് ആയിരിക്കും കേട്ടോ. അതായത് മരങ്ങൾക്കൊന്നും ഇലകൾ ഉണ്ടാവില്ല, എല്ലാം കൊഴിഞ്ഞിരിക്കും. അതേമാതിരി പാർക്കുകൾക്കൊരു ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ നേരെ തിരിച്ചാണ് സ്പ്രിങ്ങിലോട്ട് വരുമ്പോൾ പാർക്കുകളൊക്കെ അതിമനോഹരമായ പൂക്കൾ, ഇങ്ങനെ പല കളറിലുള്ള പൂക്കൾ, ചെറി ബ്ലോസം പോലെയുള്ള പൂക്കളൊക്കെ വിരിഞ്ഞിങ്ങനെ മനോഹരമായിരിക്കും. അതേപോലെ തന്നെ ലണ്ടൻ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പലതരം പാർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ലണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ലണ്ടനിൽ ഇത്രയും പാർക്കുകൾ ഉണ്ടാവാനുള്ള കാരണം ഇതെല്ലാം ആദ്യകാലത്ത് വിനോദത്തിന് വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. ആദ്യം ഈ രാജാക്കന്മാർ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യം ഉണ്ടാക്കിയതാണ്. പിന്നീട് അത് വിനോദത്തിന് വേണ്ടിയിട്ട് മാറ്റുകയായിരുന്നു. അതായത് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്ന പല പാർക്കുകളും പഴയ കാലത്ത് രാജഭൂമിയായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ പണ്ട് പല കഥകളിലും വായിച്ചിട്ടില്ലേ, രാജാവ് വേട്ടയ്ക്ക് പോയി എന്നൊക്കെ. അങ്ങനെ അവർ ഉപയോഗിച്ചിരുന്ന രാജഭൂമിയായിരുന്നു ഇപ്പോഴത്തെ ഈ പാർക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നഗരത്തിൻ്റെ പ്രാന്തപ്രദേശം, അത് പുറത്തൊക്കെ നല്ല രീതിയിൽ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയും ട്രെയിനും തിരക്കും ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പാർക്കിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ സ്പ്രിംഗ് സീസണിൽ യു കെയിൽ കണ്ടുവരുന്ന പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ ഡാഫോഡിൽസും തുലിപ്സും അതേപോലെ തന്നെ ചെറി ബ്ലോസംസ് ഒക്കെയാണ് കേട്ടോ. പിങ്കും വൈറ്റും കളറിലുള്ള ചെറി ബ്ലോസംസ് പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അത് റോഡ് സൈഡിലൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അതായത് പാർക്കിൽ മാത്രമല്ല റോഡ് സൈഡിലും ഉണ്ടാവുന്നതാണ്. പ്രധാനമായിട്ടൊരു 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ലണ്ടനൊക്കെ നല്ല രീതിയിൽ ക്രൗഡഡായി. അപ്പോൾ പൊല്യൂഷൻ കൂടി. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിന് മനസ്സിലായി. അപ്പോൾ ഈ ആളുകൾക്ക് ഫ്രഷ് എയർ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെ തുടർന്ന് പീപ്പിൾ നീഡ് ഗ്രീൻ സ്പേസ് ടു സർവൈവ് എന്നവർ മനസ്സിലാക്കി. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പാർക്കുകളിലൊക്കെ ഇത്തരം പൂക്കളും ചെടികളും മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചത്. ലണ്ടൻ നഗരത്തിൻ്റെ ഒരു ശ്വാസകോശമായിട്ടാണ് ഈ പാർക്കുകളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത്രയും പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു ചെടികളും മരങ്ങളൊക്കെ ആ പൊല്യൂഷനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. പല ടൈപ്പ് പൂക്കളും കൊണ്ടൊക്കെ അതിമനോഹരമായിരിക്കും. ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം പലപ്പോഴായിട്ട് പല പാർക്കുകളിൽ പോയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങളോട്ട് എത്തിക്കാം എന്ന് കരുതി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വെതർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ 10°C to 18-20 വരെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. അതായത് മറ്റത് സാധാരണഗതിയിൽ 8 താഴെയൊക്കെ ഉള്ള സമയത്താണ്. വിൻ്റർ ആകുമ്പോൾ സ്പ്രിംഗ് ആകുമ്പോൾ 10 to 18-20 റേഞ്ചിലോട്ടാണ് വരുന്നത്. അതായത് കോൾഡ് കുറയും, പക്ഷെ ചില്ലുണ്ടാകും, നല്ല സണ്ണി ഡേയ്സ് കൂടും. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഈ മാർച്ചിലാണ് നമുക്ക് യു കെയിൽ ടൈം മാറുന്നതൊക്കെ. അതൊരു ഡേ ലൈറ്റ് കൂടുതലാകും. ആൾക്കാരെ പുറത്തിറങ്ങാനൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു സീസണാണ് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. യു കെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരും. ആളുകൾ പാർക്കിലോട്ട് വന്നു തുടങ്ങും, പിക്നിക്ക് തുടങ്ങും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ ഔട്ട്ഡോർ കളികൾ കളിക്കാൻ വേണ്ടി കുട്ടികൾ പുറത്തിറങ്ങി തുടങ്ങും. മറ്റത് വീട്ടിനുള്ളിലുള്ള കുട്ടികളൊക്കെ പുറത്തിറങ്ങി തുടങ്ങും. ഈ തണുപ്പൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. എന്നാൽ പിന്നെ നല്ല വെയിലും അല്ല, നല്ല ചൂടും അല്ല, എന്നാൽ പിന്നെ തണുപ്പും അല്ല എന്ന രീതിയിൽ നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഈ ഒരു സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അതേപോലെ BBQ കൾച്ചറൊക്കെ മെല്ലെ തുടങ്ങും. അതായത് ഇപ്പോൾ എല്ലാ പാർക്കുകളിലൊക്കെ BBQ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ പിന്നെ വേറൊരു ചില ടെൻഷൻ എന്ന് പറഞ്ഞാൽ വെതർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ സണ്ണുണ്ട് എങ്കിൽ ചിലപ്പോൾ നാളെ റെയിൻ ആയിരിക്കും. അലർജി ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നും
ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ യു കെയിൽ എന്തെന്നാണെങ്കിലും സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നൊരു സമയമാണ്. കണ്ണിനും എല്ലാ കാഴ്ചയ്ക്കും ഒരു കുളിർമയുള്ളൊക്കെ ഒരു സമയമാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് നമ്മൾ യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യു കെ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ടൈം ബസ്സുകളും വാഹനങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളൊക്കെയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതല്ല, ഈ ഒരു കെട്ടിടങ്ങൾക്കുള്ളിൽ ഇങ്ങനെയും ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ നേരിൽ അറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് യു കെയിൽ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിൽ യു കെയിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ പുറത്തിറങ്ങി മാക്സിമം കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം. അത് നമ്മളെ കണ്ണിന് ആനന്ദമായിരിക്കും എന്നതിലുപരി നമ്മളുടെ ആരോഗ്യത്തിനും കൂടി നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡിയുടെ ഒക്കെ കുറവ് കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതായത് മാനസിക സമ്മർദ്ദങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ടെൻഷനാവും, നമ്മൾ വീട്ടിൽ നമ്മളെ പാർട്ട്ണറൊക്കെ ആയിട്ട് വഴക്കിടാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിറ്റാമിൻ ഡിയുടെ അഭാവം ഉണ്ടാകും എന്നൊക്കെ പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പുറത്തിറങ്ങി കാഴ്ചകൾ കാണും. അപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ വീണ്ടും പറയണം, വെറുതെ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വീണ്ടും വരാം. ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. യു കെയിലെ കാഴ്ചകൾ, ഇത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകളും ലണ്ടനകത്ത് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സീസൺ അടിപൊളി സീസണാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലണ്ടനിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, വിസിറ്റിംഗ് വിസയിലൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ടൈമിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തണുപ്പല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ശരിയാണ്, പക്ഷേ തണുപ്പാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. പക്ഷേ ഇതും ഒരു തണുപ്പ് തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ 39, 40, 30, 35 ഒക്കെയാണ് ചൂടല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വെതർ എന്ന് പറയുന്നത് 18, 20ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ AC ഇട്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് ഇതൊരു വലിയ ചൂടായിട്ട് തോന്നില്ല. ഇവിടെയുള്ള ആൾക്കാർക്കാണ് ഇതൊരു ചൂടായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു കിടിലൻ ലേറ്റസ്റ്റ് UK അപ്ഡേറ്റുമായിട്ട് വരാം. ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.